ഹായ് സ്റ്റുഡൻസ്, കോൾസ് ഇൻ അഡ്വാൻസ് എന്താണെന്ന് നോക്കാം. എമൗണ്ട് നോട്ട് കോൾഡ് ബൈ ദ കമ്പനി ബട്ട് പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി വിളിക്കുന്നതിന് മുന്നേ ഷെയർ ഹോൾഡേഴ്സ് കോൾ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ, കോൾ മണി കൊടുക്കുകയാണെങ്കിൽ അതിനാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. കോൾസ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ ജേണൽ എൻട്രി, അതിൻ്റേതായ ജേണൽ എൻട്രി എഴുതണ്ട. അപ്പോൾ ഏതെല്ലാം കേസിലാണെന്ന് പറഞ്ഞാൽ, അതായത് ജേണൽ എൻട്രി എഴുതുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണോ നോക്കണം, രണ്ടാമത്തത് ഷെയർ ഹോൾഡർ തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണോ എന്ന് അറിയണം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് വെൻ ഇഷ്യൂ ഈസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആൻഡ് എക്സസ് ആപ്ലിക്കേഷൻ മണി റീറ്റെയിൻഡ് ബൈ ദ കമ്പനി ടു അഡ്ജസ്റ്റ് അഗെയിൻസ്റ്റ് കോൾ. അത് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്, ഇഷ്യൂ ചെയ്ത ഷെയറിനെക്കാട്ടിയും കൂടുതൽ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എക്സസ് ആപ്ലിക്കേഷൻ മണി ഉണ്ടായിരിക്കും അവിടെ. ആ എക്സസ് ആപ്ലിക്കേഷൻ മണി ഒന്നുകിൽ കമ്പനി റീഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത കോളിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സസ് ആപ്ലിക്കേഷൻ മണി കമ്പനി റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അടുത്തുള്ള കോളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി തന്നെ വെക്കുവാണെങ്കിൽ, ജേണൽ എൻട്രി എഴുതുന്നത് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ്. ആപ്ലിക്കേഷൻ മണി, അതായത് എക്സസ് ആപ്ലിക്കേഷൻ മണി ഫെർദർ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ, ഓവർ സബ്സ്ക്രൈബ്ഡിൻ്റെ കേസിലാണ് ഈ ജേണൽ എൻട്രി വരുന്നത്. ഇന്ന് ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് കോൾ മണി, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ ഫസ്റ്റ് കോൾ മണി കൊടുക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് കോളിൻ്റെ കൂടെ സെക്കൻഡ് കോൾ മണി കൊടുക്കുക. അങ്ങനെ ഷെയർ ഹോൾഡർ തന്നെ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഫ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസും, ആപ്ലിക്കേഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആഫ്റ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസാണ് വരുന്നത്. അപ്പോൾ ഇത് അഡ്വാൻസ് ആയിട്ട് കിട്ടുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ്. ആ അഡ്വാൻസ് ഇനി ഒരു നമ്മൾ അടയ്ക്കേണ്ടതായ ഒരു ഡേറ്റ് വരും, അതായത് ഡ്യൂ ഡേറ്റ്. നമ്മൾ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുക്കലാണല്ലോ. അപ്പോൾ ഏത് ഡേറ്റിനാണോ അത് ഡ്യൂ ആവുന്നത്, ആ ഡേറ്റിന് ഈ കോൾസിൻ്റെ അഡ്വാൻസ് ക്യാൻസൽ ചെയ്യുന്ന ഒരു ജേണൽ എൻട്രി ഇട്ട് കൊടുക്കണം. അതായത് ആ എമൗണ്ട് ഡ്യൂ ആവുന്നത്, കോൾ എമൗണ്ട് ഡ്യൂ ആവുന്ന ഡേറ്റിന് കോൾസിന് അഡ്വാൻസ് അക്കൗണ്ട് ആഫ്റ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ സെക്കൻഡ് കോൾ, ഏതിനാണ് അഡ്വാൻസ് കിട്ടിയത് ആ കോൾ അക്കൗണ്ടാണ് ഇവിടെ ഇട്ട്. അതാണ് ഇവിടെ ബ്ലാങ്ക് ആയി വെച്ചത്. ടു ഷെയർ ഒന്നുകിൽ ഫസ്റ്റ് കോൾ ആകാം, അല്ലെങ്കിൽ സെക്കൻഡ് കോൾ ആകാം, അല്ലെങ്കിൽ ഫൈനൽ കോൾ ആകാം. ഏതാണോ അതിന് കണക്കായിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ അഡ്വാൻസ് വരുമ്പം കോൾസിൻ്റെ അഡ്വാൻസ് ക്രെഡിറ്റ് ചെയ്യണം, ഡ്യൂ ഡേറ്റിന് അത് ക്യാൻസൽ ചെയ്യാൻ കോൾസിൻ്റെ അഡ്വാൻസ് ഡെബിറ്റ് ചെയ്യണം. ഇനി കോൾസിൻ്റെ അഡ്വാൻസ്, അതായത് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഡ്യൂ ഡേറ്റിന് വരെ അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള ഇത് കമ്പനിക്കുണ്ട്. കമ്പനീസ് ആക്ട് പ്രകാരം 12% ഇൻട്രസ്റ്റ് വരെ കോൾസിൻ്റെ അഡ്വാൻസിന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ടെങ്കിൽ, കോൾസിൻ്റെ അഡ്വാൻസിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ആർക്കാണ് കൊടുക്കേണ്ടത്? സൺട്രി മെമ്പേഴ്സിനല്ലേ, ഷെയർ ഹോൾഡേഴ്സിനല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ആഫ്റ്റർ ടു സൺട്രി മെമ്പേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ഡ്യൂ ആയാൽ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ആഫ്റ്റർ ടു സൺട്രി മെമ്പേഴ്സ്. ഇനി മെമ്പേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് ആഫ്റ്റർ ടു ബാങ്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് അഡ്വാൻസ് കൊടുത്ത ഡേറ്റ് മുതൽ ഡ്യൂ ഡേറ്റ് വരെയുള്ള കാലയളവിലേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. ഇനി ഇൻട്രസ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൾസിൻ്റെ അഡ്വാൻസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ കോൾസിൻ്റെ അഡ്വാൻസ് അക്കൗണ്ട് ഞങ്ങൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഈ ഇൻട്രസ്റ്റ് ഓൺ കോൾസിൻ്റെ അഡ്വാൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസിൻ്റെ അഡ്വാൻസ് എന്നിട്ട് കാണിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ കോൾസിൻ്റെ അഡ്വാൻസിൻ്റെ ജേണൽ എൻട്രി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അഡ്വാൻസ് കിട്ടുമ്പോഴുള്ള ജേണൽ എൻട്രിയും ഡ്യൂ ആകുമ്പോഴുള്ള ജേണൽ എൻട്രിയും, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നതും ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതും, പിന്നെ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലിടാം. ഓക്കെ.